ഈ മുനമ്പം അത് കേരളത്തിലെ സാധാരണ മനുഷ്യരെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിലങ്ങേക്കൊരു എനിക്കറിയാം കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ആ ബില്ലിന് മുൻകാല പ്രാബല്യം ഉണ്ടാവുമോ, അവിടെ ഉള്ളവരെ അത് പ്രശ്ന പരിഹാരം ഉണ്ടാവുമോ, ആ ബില്ല് എന്താണ് ഇപ്പോൾ അവരുടെ പ്രശ്നത്തിന് പരിഹാരം എന്തെങ്കിലും ഒരു അങ്ങ് പോകുന്നുണ്ടോ അങ്ങോട്ട്? ഞാനും ഷോണും മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റേഴ്സിന് പോയി അവരുടെ ഒരു പരാതിയും അവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തപ്പോൾ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ മീഡിയന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, കിരൺ റിജിജു, ഈ ആക്ടിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവും. ബിക്കോസ് റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സാക്കിയത് 1950. അപ്പൊ എന്തുകൊണ്ട് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല? കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ മുതൽ എഫക്റ്റ് ആകാം. പിന്നെ അത് ശരിയാ. അവിടെ നടന്നത് ഒരു ഏറ്റവും വലിയ ഇൻജസ്റ്റിസ്. അങ്ങ് അവിടെ പോയിരുന്നു? പിന്നെ ഞാൻ അവിടെ പോയി അവരെല്ലാം മീറ്റ് ചെയ്തു, അവരെല്ലാം അവരുടെ കൂടെ സംസാരിച്ചു. അതൊരു ഒരു 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 ബിട്രയൽ ഓഫ് ട്രസ്റ്റിൻ്റെ ഒരു ടു ദ പവർ ഓഫ് ഇൻഫിനിറ്റി. അത് അവരോട് എന്തെല്ലാം പറയുന്നു, അവരങ്ങനെ വിടുന്നു, എന്നിട്ട് പെട്ടെന്ന് അവരോട് പറയുന്നു, അല്ലല്ല ഞങ്ങൾ പറഞ്ഞതെല്ലാം മറന്നോളൂ, ഇത് അവർക്ക് തന്നെ കൊടുക്കണം, വഖഫ് തന്നെ. എന്തൊരു അന്യായം. അതുകൊണ്ട് ഞാൻ എൻ്റെ മുസ്ലിം ഫ്രണ്ട്സിനോട് പറയും, ഇതിനെ വെറുതെ നിങ്ങൾ ഈ ഒരു വർഗീയവാദീൻ്റെ പ്രിസം കൂടെ കാണരുത്. ഇത് ശരിക്കും ചെയ്യുന്നത് ജസ്റ്റിസാണ്.